ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 331. അതിൽ 63-ാമത്തെ ഉപനിഷത്തായിട്ട് നമ്മൾ നോക്കുന്നത് ചാന്ദ്യോഗ ഉപനിഷത്താണ്. അതിൽ അധ്യായം 1 ഖണ്ഡം 3 അതിൽ 1-ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ആരാണോ തപിക്കുന്നത് അവനെ തന്നെ, അതായത് ആ ഉദ്ഗീതത്തെ ഉപാസിക്കണം. തപിക്കുക, ചൂടാക്കുക, അല്ലെങ്കിൽ തപസ് ചെയ്യുക, ഇങ്ങനെയുള്ള അർത്ഥമുണ്ട്. ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തപിക്കുന്നത്. അതെന്താണ്? പ്രപഞ്ച സൃഷ്ടി സമയത്ത് ആ നിർഗുണമായ ബ്രഹ്മം ഒരു പ്രപഞ്ചമാകാൻ വേണ്ടി തപിച്ചു. അതാണ് ഓങ്കാരത്തിലൂടെ വന്നത്. ആ ഒരു പ്രക്രിയയാണ് ഉദ്ഗീതമായി. ഉദ്ഗീതം എന്ന് ഉദ്ഘോഷിക്കുക. ഏറ്റവും അധികം ഉദ്ഘോഷിക്കേണ്ടത് ഏതിനെയാണ്? ആ ബ്രഹ്മത്തെ, ആ പ്രക്രിയയാണ്. അപ്പൊ അതിനെയാണ് ഉപാസിക്കേണ്ടത്. നമ്മൾ ആരാണോ തപിക്കുന്നത് അവൻ ഉദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? പ്രജകൾക്ക് വേണ്ടി ഉദ്ഗാനം ചെയ്യുന്നു. അവൻ ഉദിക്കുന്നത് തന്നെ പ്രജകൾക്ക് വേണ്ടിയാണ്. അപ്പൊ ആരാണ് പ്രജകൾ ഉദിക്കുന്നത്? സൂര്യനാണ്. സൂര്യനെ തന്നെയാണ് പ്രാണനായിട്ട് നേരത്തെ ചിത്രീകരിച്ചത്. അതിനെ തന്നെ ബ്രഹ്മമായിട്ടും ഉദ്ഗീതമായിട്ടും ഓമായിട്ടും എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം സൂര്യനിലൂടെയാണ് എല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം സൂര്യൻ ഉദിക്കുന്നത് പ്രജകൾക്ക് വേണ്ടിയാണ് ഉദ്ഗാനം ചെയ്യപ്പെടുന്നത് എന്ന് പറയുകയാണ്. ഉദിച്ചാൽ എന്ത് സംഭവിക്കുന്നു? അത് ഇരുട്ടിനെ തട്ടിമാറ്റുന്നു, ഭയത്തെയും ഇല്ലാതാക്കുന്നു. ഈ സത്യം അറിയുന്നവന് ഭയമില്ല, അവൻ്റെ ഇരുട്ടകലും. അതായത് ഇരുട്ടകലും എന്ന് പറഞ്ഞാൽ അന്ധകാരം അകലും എന്നുള്ളതല്ല. അതും ആകാം. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് പോകുമല്ലോ. അതേസമയം അവൻ ജ്ഞാനത്താൽ ഉന്നത നിലയെ പ്രാപിക്കും. അപ്പം സൂര്യനെ തന്നെയാണ് ഉദ്ഗീതമായിട്ട് നമ്മൾ കാണേണ്ടത്. അത് തന്നെയാണ് ബ്രഹ്മം. അത് തന്നെയാണ് ഓങ്കാരത്തിലൂടെ തപിക്കുന്നത്. സ്ഥാനഭേദത്താൽ സൂര്യനും പ്രാണനും വേറെ വേറെയായിട്ട് കാണപ്പെടുന്നു. സ്ഥാനഭേദത്താൽ സൂര്യൻ അവിടെ കാണും, പ്രാണൻ നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. അത് പല സ്ഥലത്തായിട്ട് തോന്നുന്നത് കൊണ്ട് വേറെ വേറെ സ്ഥാനങ്ങളിൽ കാണപ്പെടുന്നതായിട്ട് തോന്നുന്നെങ്കിലും ആ അവർക്ക് സ്വരൂപ ഭേദമില്ല. അതിന് വ്യത്യസ്തമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. സൂര്യൻ തന്നെയാണ് തപിക്കുന്നത്, അത് തന്നെയാണ് പ്രാണൻ, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും തപിക്കുന്നത്. പ്രാണനും ആദിത്യനും, അടുത്ത മന്ത്രത്തിലാണ്, പ്രാണനും ആദിത്യനും ഗുണം കൊണ്ട് ഒരുപോലെയാണ്. ഈ നമ്മളിലുള്ള പ്രാണൻ എന്ന് പറയുന്നത് നമ്മിൽ ഉദിച്ച് ഉണരുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം സ്റ്റാർട്ടാവുന്നത്. പ്രാണൻ നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഇവിടെ ജനിച്ച് ഭൂമിയിലേക്ക് പതിക്കുന്നത്. പ്രാണൻ ഉഷ്ണനാണ്. പ്രാണൻ പോയോന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക? തൊട്ട് നോക്കുക, തണുത്തു പോകും. അപ്പം പ്രാണൻ ഉഷ്ണനാണ്, സൂര്യനും എന്താണ്? ഉഷ്ണനാണ്. അതുകൊണ്ട് പ്രാണനെയും സൂര്യനെയും സ്വരൻ എന്ന് പറയുന്നു. അതിനാൽ പ്രാണനും ആദിത്യനുമായ ആ ഉദ്ഗീതത്തെ ഉപാസിക്കുന്നു. അതുകൊണ്ട് ആരെയാണ് ഉപാസിക്കേണ്ടത്? പ്രാണനും ആദിത്യനുമായ ആ ഉദ്ഗീതത്തെ ഉപാസിക്കണം. ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഘോഷിക്കേണ്ടത് ഏതാണ്? പ്രാണനെ തന്നെയാണ്. ആ പ്രാണൻ തന്നെയാണ് സൂര്യൻ. സൂര്യനെ തന്നെയാണ് ഉപാസിക്കേണ്ടത്. വ്യാനനായ ഉദ്ഗീതത്തെ ഉപാസിക്കണം. പ്രാണൻ മാത്രമല്ല, വ്യാനനുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? വ്യാനൻ, നമ്മുടെ ശരീരത്തിൽ 3 പ്രാണവായുക്കളുണ്ട്. അതിൽ പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ എന്നെല്ലാം പറഞ്ഞിട്ട് അതിൽ പ്രാണനം ചെയ്യുന്നത് പ്രാണൻ. പ്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉയർത്തി പ്രാണൻ നൽകിക്കൊണ്ട് ഉണർത്തി മുന്നോട്ടേക്ക്, ലോകത്തെ തന്നെ പ്രാണൻ കൊടുത്തുകൊണ്ട് ഉയർത്തുക, നമ്മളെ പ്രാണൻ കൊടുത്തിട്ട് ഉയർത്തുക. ആ പ്രാണനം ചെയ്യുന്നതാണ് പ്രാണൻ. അപാനിക്കുന്നത് ഏതോ അത് അപാനം. അപാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എല്ലാം ദ്വയമാണ്, പ്രാണനും അപാനനും.
അപാനൻ നമുക്ക് ശരീരത്തിൽ നിന്ന് വേണ്ടാതെ എല്ലായിടത്തും ദൂരെ കളയുകയാണ്. മലത്തെ, മൂത്രത്തെ ഇതെല്ലാം ദൂരെ കളയുന്ന പ്രക്രിയകളാണ്, അല്ലെങ്കിൽ ബീജത്തെയും പുറത്തേക്ക് കളയുന്ന പ്രക്രിയകളാണ് അപാനൻ്റേത്. അപ്പം പ്രാണൻ നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്നു, അപാനൻ പുറത്തേക്ക് കളയുന്നു, അപാനം ചെയ്യുന്നു. അപ്പോൾ പ്രാണനം ചെയ്യുന്നത് ഏതോ അത് പ്രാണൻ, അപാനിക്കുന്നത് ഏതോ അത് അപാനൻ. പ്രാണപ്രവൃത്തിയുടെയും അപാന പ്രവൃത്തിയുടെയും സന്ധിയിലാണ് വ്യാനനുള്ളത്. അപ്പം പ്രാണനും അപാനും രണ്ട് ഓപ്പോസിറ്റ് ആകുമ്പോൾ അതിൻ്റെ നടുവിൽ എന്തുണ്ട്? ഒരു മൂന്നാമതൊരവസ്ഥയുണ്ട്, സന്ധി. നമ്മളെ നിലനിർത്തുന്ന അതാണ് വ്യാനൻ. നമ്മളെ നിലനിർത്തുന്നത് വ്യാനൻ. അപ്പം വ്യാനനെയും നമ്മൾ എന്ത് ചെയ്യണം? ഉപാസിക്കണം. ഏതായിട്ട്? വ്യാനൻ വാക്കാകുന്നു. വാക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, സയൻസ്. അതിനാൽ പ്രാണിക്കാതെയും അപാനിക്കാതെയും വാക്കുച്ചരിക്കുന്നു. പ്രാണന്റെയും അപാനന്റെയും, എടുക്കുന്നതിൻ്റെയും വിടുന്നതിൻ്റെയും നടുവിലാണ് ആരുള്ളത്? പ്രാണന്റെയും അപാനന്റെയും നടുവിലാണ് വാക്കുള്ളത് കൊണ്ട് വാക്ക് വ്യാനനാണ്. ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് ഇതിൽ രണ്ടും ഇല്ലാതെയാണ്. ഈ പറഞ്ഞതിനർത്ഥം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ശ്വാസം എടുക്കുകയില്ല, വിടുകയില്ല, അതിന് തടസ്സം വരുന്നുണ്ട്. എന്ത് എടുക്കുന്നതിനും വിടുന്നതിനും വാക്കിന് ഇത് രണ്ടിലും പങ്കെടുക്കുന്നില്ല, എടുക്കുന്നുമില്ല, വിടുന്നുമില്ല. അതാണ് വാക്ക് ഉച്ചരിക്കുമ്പോഴുള്ള അവസ്ഥ. ശ്വാസം എടുക്കുവോ വിടുവോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം പിടിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വാക്ക് ഋക്കാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ വേദം, ശാസ്ത്രങ്ങൾ, ഋഗ്വേദം, ഇതെല്ലാം ശാസ്ത്രമാണ്, സയൻസാണ്. അതിനാൽ പ്രാണവ്യാപനം ചെയ്യുമ്പോഴും പ്രാണവ്യാപനവും അപാനവ്യാപനവും ചെയ്യാതെയാണ് വാക്കുച്ചരിക്കുന്നത്. ശാസ്ത്രം, സയൻസ്, നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പ്രാണൻ എടുക്കുന്നതിനും വിടുന്നതിനുമെല്ലാം പ്രാണനും അപാനനും എന്തുണ്ട്? പുറത്തേക്ക് വിടുന്നത് അപാനൻ, പ്രാണൻ എടുക്കുന്നത്. അതിൽ രണ്ടുമില്ല വാക്കുച്ചരിക്കുമ്പോൾ. കാരണം അതിൻ്റെ സന്ധിയിലാണിത് വരുന്നത്. അതിനാൽ വാക്ക് സാമവേദവുമാണ്. സാമവേദവും ശാസ്ത്രം തന്നെയാണല്ലോ. ശാസ്ത്രം ഗാനം ചെയ്യുകയാണ്, പാട്ടുപാടുകയാണ്. സാമവേദം അതും ഉദ്ഗീതം തന്നെയായിട്ട് പറയുകയാണ്. കാരണം അതിനാൽ പ്രാണിക്കാതെയും അപാനിക്കാതെയും സാമം ഉച്ചരിക്കുന്നു. സാമവേദം ചൊല്ലുമ്പോഴും പ്രാണൻ എടുക്കുന്നുമില്ല, വിടുന്നുമില്ല, അത്തരത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാമം എന്താണ്? ഉദ്ഗീതമാണ്. ഉദ്ഗീതം എന്ന് പറയുന്നത് സ്റ്റഡിയായ ഒരവസ്ഥയാണ്, നിർഗുണമാണ്. ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്, രണ്ടിൻ്റെ ഇടക്കുള്ള അവസ്ഥയാണ്. ബ്രഹ്മം നിർഗുണമാണ്. ആ ബ്രഹ്മത്തിൽ നിന്ന് ഓങ്കാരത്തിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത്. ഇതിൻ്റെ നേരെയുള്ള സന്ധിയിലാണ് ഈ ഉദ്ഗീതം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓംകാരം ഈ രണ്ടിനെ യോജിപ്പിക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത്. ഇനി അഗ്നിയെ കടയുക. ഒരു സ്ഥലത്ത് നിന്ന് ഓടാൻ പോകുമ്പോൾ, ഉറപ്പുള്ള വില്ല് വലിക്കുമ്പോൾ തുടങ്ങിയ കർമ്മങ്ങൾ പ്രാണ അപാന വൃത്തികളില്ലാതെ ലോകം ചെയ്യുന്നു. ലോകം ഇങ്ങനെ കഠിനകരമായ മത്സരത്തിന് ഓടാൻ നിൽക്കുമ്പോൾ, അല്ലെ അഗ്നി കടയാൻ നിൽക്കുമ്പോൾ, അല്ലെ ഉറപ്പുള്ള വില്ല് വലിച്ചു വിടാൻ പോകുമ്പോൾ ശ്വാസം പിടിച്ചുകൊണ്ടാണ് ചെയ്യുക. പ്രാണ അപാന വൃത്തികളില്ലാതെയാണ് ചെയ്യുന്നത്. അതാണ് വ്യാനൻ. അതിനാൽ വ്യാനൻ തന്നെയാണ്
ഉദ്ഗീതം എന്ന നിലയിൽ ഉപാസിക്കണം. ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ സ്റ്റഡിയായി നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ഈ ഉദ്ഗീതത്തിൽ എന്തുണ്ട്? ഈ മൂന്നും ഉണ്ട്. പ്രാണനും അപാനനും അതിന്റെ സന്ധിയും കൂടിയതാണ് ഉദ്ഗീതം. ഉദ്ഗീതത്തിൽ 3 അക്ഷരങ്ങളുണ്ട്. ഉദ്, ഗ അല്ലെങ്കിൽ ധ, തം, ഉദ്ഗീതം. അപ്പൊ ഈ 3 അക്ഷരങ്ങളെ വെച്ചുകൊണ്ടാണ് ഇതിനെ തിരിച്ച്, 3 അക്ഷരം ഉള്ളത് കൊണ്ട് ഇത് 3ന്റെയും സന്ധിയാണ് ഉദ്ഗീതം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനെയും 3ആയി തിരിച്ചു പറയാൻ പോവുകയാണ്. ഉദ്ഗീതത്തിലെ അക്ഷരങ്ങളെയാണ് ഉപാസിക്കേണ്ടത് എന്ന് പറയണം. അപ്പോൾ ഉദ്ഗീതത്തിൽ എന്തുണ്ട്? 3 പ്രധാനപ്പെട്ട അക്ഷരങ്ങളുണ്ട്. അതിനെയാണ് ഉപാസിക്കേണ്ടത്. അതിൽ പ്രാണൻ എന്ന് പറയുന്നത് ഉത് എന്ന അക്ഷരമാകുന്നു. ഉദ്ഗീതത്തിൽ ഉത് എന്നത് പ്രാണനും, ആ പ്രാണനെ കൊണ്ട് എല്ലാം ഉദ്ധാനം ചെയ്തിരിക്കുന്നു. വാക്ക് ഗീ എന്ന അക്ഷരമാണ്. പ്രാണൻ, വാക്ക്, അതിൻ്റെ നടുക്ക് വരുന്നതാണല്ലോ വാക്ക്. അത് ഗീ എന്ന അക്ഷരമാണ്. അത് സാമവേദമായിട്ടും എടുക്കാം. അവസാനത്തെ ഥ എന്ന അക്ഷരം അന്നമാണ്. എല്ലാം അന്നത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം പ്രാണനും, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രാണനും അന്നനും അന്നവും അതിൻ്റെ നടുവിലാണ് എന്തുള്ളത്? വാക്കുള്ളത്, സയൻസും ഉള്ളത്. പ്രാണൻ, സയൻസ്, വാക്ക്, അന്നം. പ്രാണൻ പുരുഷൻ, പ്രകൃതി, അതിൻ്റെ നടുവിലുള്ളതാണ് യോജിപ്പിക്കുന്ന സന്ധിയിലുള്ളത്. ഉദ്ഗീതമായിട്ടെടുക്കാം. അതുമാതിരി പ്രാണൻ ഉത്, ജി വാക്ക്, ഥ അന്നം. എന്നിട്ട് ഇതേപോലെ തന്നെ ദ്വേവ് എന്ന് പറയുന്നത് ആകാശം, അന്തരീക്ഷം, ഭൂമി. ആകാശം ഉത്ത്, ജി എന്നത് അന്തരീക്ഷം, ഭൂമി എന്നത് ഥ, ഉദ്ഗീതം. ഉത്ത് ആകാശം, ഗി എന്നത് അന്തരീക്ഷം, ഥ എന്നത് പൃഥ്വി, ഭൂമി. അപ്പം പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും 3ആയിട്ട് അക്ഷരമായിട്ടാണ് ഉദ്ഗീതത്തെ, വാക്കുവിനെ പറഞ്ഞിരിക്കുന്നത്, ഉദ്ഘോഷിക്കുന്നത്. അതിൽ പ്രാണനുണ്ട്, അന്നമുണ്ട്, വാക്കുണ്ട്, ആകാശമുണ്ട്, അന്തരീക്ഷമുണ്ട്. ഈ ആകാശത്തിൻ്റെ ഈ ഭൂമിൻ്റെ ഇടക്കുള്ള സാധനമല്ല ഈ അന്തരീക്ഷം. അന്തരീക്ഷത്തിലല്ലേ വായു സഞ്ചരിക്കുന്നത്, നമ്മളെ ശബ്ദമല്ല സഞ്ചരിക്കുന്നത്, വാക്ക്. അപ്പം ഇതെല്ലാം ഏകദേശം ഒരു ബന്ധമുണ്ട്. ഭൂമി അന്നമാണല്ലോ, ഭൂമിയിലല്ലേ അന്നം വിളയുന്നത്. അപ്പം ഇതിനെല്ലാം ഒരു 3ആയിട്ട് തരംതിരിച്ചുകൊണ്ട് നമുക്ക് കാണാം. ഒന്ന് പ്രാണനാണ്, ഒന്ന് അന്നമാണ്, മറ്റേത് സയൻസാണ്. ഉത്ത് സൂര്യനാണ്, വായു ഗീയാണ്, അഗ്നി ഥ ആണ്. ഇനി ഈ 3, സൂര്യൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് അഗ്നി, സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് വരുന്നതാണ് അഗ്നി, അതിൻ്റെ നടുവിലുള്ളത് വായുവാണ്. സൂര്യനും ഭൂമി, അഗ്നി ഭൂമിയിലാണ്, അതിൻ്റെ ഇടക്കുള്ളത് വായു. അപ്പം ആദിത്യൻ ഉത്ത ആണ്, വായു ഗീ ആണ്, അഗ്നി ഥ ആണ്. ഉത് സാമവേദമാണ്, യജുർ ഗീ ആണ്, ഋഗ്വേദം ഥ ആണ്. ഉത് സാമവേദം, ആകാശം. ഉത്ത് എന്ന് പറയുന്നത് പ്രാണൻ. കെമിസ്ട്രിയിലൂടെയാണ് നമ്മൾ ഇവിടത്തേക്ക് എത്തുന്നത്, ബ്രഹ്മത്തിലേക്ക് എത്തുന്നത്. നമ്മൾ വസ്തുക്കളെല്ലാം പൊടിച്ച് ആറ്റത്തിലൂടെ പോയി കെമിസ്ട്രിയിലൂടെ അവസാനമാണ് ബ്രഹ്മത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ
ആ പ്രാണനിലേക്ക് എത്തുന്നത്. അതെല്ലാം ഏറ്റവും സൂക്ഷ്മമാണ്. അപ്പം സാമവേദമാണത്. സാമവേദം മുത്താണെങ്കിൽ യജുർവേദം നടുവിലുള്ളതാണ്, അഥർവവേദം അപ്പുറത്തെ അറ്റത്തുള്ളതാണ്. ഈ പ്രപഞ്ചമാണ്, ഭൗതിക ലോകമാണ് അഥർവവേദം. യാതൊരാൾ ഇപ്രകാരം അറിഞ്ഞ് ഉദ്ഗീതത്തെ ഉപാസിക്കുന്നുവോ അവൻ വളരെ അന്നമുള്ളവനും അന്നത്തെ ഉപാസിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞ് ആ അധ്യായം അവസാനിപ്പിക്കുകയാണുണ്ട്. ഇനി ആ അധ്യായത്തിലെ ആ ഭാഗം, ഇനി നമ്മുടെ കാമങ്ങളുടെ സമൃദ്ധി എങ്ങനെ ഉണ്ടാക്കാം, നമ്മൾ ആഗ്രഹങ്ങളെല്ലാം, അത് നേരത്തെ പറഞ്ഞല്ലോ, ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ പ്രപഞ്ച രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അടുത്തേൽ പറയുകയാണ്, അടുത്ത മന്ത്രത്തിൽ, ഇനി കാമങ്ങളുടെ സമൃദ്ധി എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുകയാണ്. കൂടാതെ ഉപമിക്കേണ്ടതെങ്ങനെ, ധ്യാനിക്കേണ്ടതെങ്ങനെ എന്നിവയും എങ്ങനെ അവയെല്ലാം ഉപാസിക്കണം എന്നും പറഞ്ഞു തരികയാണ്. ഏത് പ്രത്യേക സാമം കൊണ്ട് സ്തുതിക്കാൻ പോകുന്നുവോ ആ ദേവതയെ ഉപാസിക്കണം. സാമവേദം കൊണ്ട്, ഒരു സാമവേദത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, സാമവേദമല്ല, ഋഗ്വേദമല്ല, യജുർവേദം, ഏത് വേദത്തിലേക്ക്, ഇവിടെ സാമവേദത്തിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. സാമവേദത്തിലൂടെയാണ് നമ്മളെ കാമനകളെല്ലാം, ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്. ഏത് പ്രത്യേക സാമം കൊണ്ട് സ്തുതിക്കുവാൻ പോകുന്നു. അപ്പോൾ ഒരു സാമവേദത്തിലൂടെ, ഒരു മന്ത്രത്തിലൂടെ എന്താണോ പറയാൻ പോകുന്നത് ആ ദേവതയാണ് ഉപാസിക്കേണ്ടത്. ഒരു സാമവേദത്തില് പലതിനെപ്പറ്റി പറയും, ദേവത പലതുമായിരിക്കും. അപ്പൊ ഏതിനെപ്പറ്റിയാണോ പറയുന്നത് ആ ദേവതയാണ് ഉപാസിക്കേണ്ടത്. സാമവേദത്തിൽ ഒരു മന്ത്രം കൊണ്ട് ജലത്തെയാണ് പറയുന്നുണ്ടെങ്കിൽ ആ ജലത്തെ ഉപാസിക്കുക. അഗ്നിയെ പറ്റിയാണ് പറയുന്നുണ്ട്, അഗ്നിയെ ഉപാസിക്കുക. അപ്പോൾ ഒരു മന്ത്രത്തിലൂടെ ഒരു പ്രത്യേക ദേവതയാണ് പറയുക, ആ ദേവതയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഉപാസിക്കുക എന്ന് അതിനെപ്പറ്റി ശരിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു മന്ത്രം കൊണ്ട് പറയുമ്പോൾ അതിൽ ഏത് ദേവതയാണോ ഉള്ളത്, ഏത് ദേവതയെ പറ്റിയാണോ ആ മന്ത്രം പറയുന്നത്, ആ ദേവതയെ പറ്റി മനസ്സിലാക്കുവാൻ ശ്രമിക്കുക, ഉപാസിക്കുക. ഏത് ഛന്ദസ് കൊണ്ട് സ്തുതിക്കുവാൻ പോകുന്നുവോ ആ ഛന്ദസ്സിനെ ചിന്തിക്കണം. ഒരു വേദമന്ത്രം പറയുമ്പോൾ അത് ഏത് ഛന്ദസ്സിലാണ് എഴുതിയതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഛന്ദസ്സിനെ പറ്റി ചിന്തിക്കണം. ഛന്ദസ്സിലൂടെയാണ് ആ വേദമന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുക. ഒരു പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛന്ദസ്സിലൂടെ നോക്കുമ്പോൾ അത് ചിലപ്പം ഇലക്ട്രോൺ ആകാം, അത് ഭൂമിയാകാം, അതൊരു മൃഗമാകാം, അല്ല നമ്മൾ ഈ പറയുന്ന പശു എന്ന മൃഗമാകാം, എന്തും ആകാം. അപ്പം ഛന്ദസ്സിലൂടെ വേണം ആ ദേവത ഏതാണെന്ന്. അല്ലാതെ ഗായ് എന്ന് കേൾക്കുമ്പോൾ, പശു എന്ന് കേൾക്കുമ്പോൾ ഉടനെ ഈ പശുവാണെന്ന് ധരിച്ചു പോകരുത്. ഛന്ദസ് ഗായ് എന്ന് പറയുമ്പോൾ ഛന്ദസ്സിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. ആ ഛന്ദസ്സിനെ ചിന്തിക്കണം. അതുമാതിരി ഏത് സ്തോമം കൊണ്ട് സ്തുതിക്കുന്നു ആ സ്തോമത്തെ ചിന്തിക്കണം. ഏതൊരു ദിക്കിനെ പറ്റി സ്തുതിക്കുന്നുവോ ആ ദിക്കിനെ പറ്റി എല്ലാം ചിന്തിക്കണം. അതായത് ഈ ഒരു വേദമന്ത്രത്തിൽ എന്തിനെയാണോ പറ്റി പറയുന്നത് അതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ. അല്ലാതെ സാമവേദം വെറുതെ ഇങ്ങനെ ഉരുവിട്ട് പോയോണ്ടൊന്നും ഒരു കാര്യമില്ല. ഉരുവിടുമ്പോൾ അത് ഏത് ദേവതയെ പറ്റിയാണ് പറയുന്നത്, ഏത് ഛന്ദസ്സിനെ പറ്റി പറയുന്നത്, ഏതൊരു വിഷയത്തെ പറ്റിയാണ് പറയുന്നത്, ഇതെല്ലാം ഛന്ദസ്സിലൂടെയും ദേവതയിലൂടെയും പറയുന്ന ഋഷികളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് നമ്മൾ ശ്രദ്ധ പോകേണ്ടത്. അപ്പോൾ ഓരോ വേദവരിയിൽ നിന്നും ഏതിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒടുവിൽ തന്നെ ചിന്തിച്ച് കാമം ധ്യാനിച്ചുകൊണ്ട് പ്രമാദം വരാതെ സ്തുതിക്കുക. ഒടുവിൽ തന്നെ ചിന്തിച്ച്,
നമ്മൾ എന്താണ് കാമം ധ്യാനിച്ചുകൊണ്ട് എന്താണോ നമ്മൾ ലക്ഷ്യം, കാമം എന്ന് പറഞ്ഞാൽ പ്രേമ മറ്റേ ആ തരത്തിലൊന്നും എടുത്തേക്കരുത്. നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണോ ആ വേദമന്ത്രങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ ധ്യാനിച്ചുകൊണ്ട് പ്രമാദം വരാതെ സ്തുതിക്കണം എന്ന് പറയുകയാണ്. അതായത് നമ്മൾ നിസ്വാർത്ഥമായിട്ട് അതിൻ്റെ പിന്നിലുള്ള ജ്ഞാനം നേടാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നിട്ട് ആ ജ്ഞാനം എടുത്ത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ പുരോഗതി ഉണ്ടാവും, സൗഭാഗ്യം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അല്ലാതെ നമ്മളെ കാര്യലാഭത്തിന് വേണ്ടി, നമ്മളെ മനസംതൃപ്തിക്ക് സന്തോഷത്തിന് വേണ്ടിയൊന്നും ആയിപ്പോകരുത്. ഏതൊരു കർമ്മത്തിൽ ഏതൊരു കാമത്തോടു കൂടി സ്തുതിക്കുന്നുവോ ആ കർമ്മങ്ങളെ ആ കാമം അതിവേഗം സമൃദ്ധമാക്കും. അപ്പം നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹം സാധിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. ഒരു ലക്ഷ്യം ഉണ്ടാവും നമുക്ക് ഇന്നത് നേടാൻ വേണ്ടിയിട്ട്. ആ കർമ്മത്തിൽ ഏതൊരു കാമത്തോടു കൂടി സ്തുതിക്കുന്നുവോ, അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ ആ വേദമന്ത്രങ്ങളെ സമീപിക്കണം. അപ്പോൾ ആ ലക്ഷ്യം നമുക്ക് സാധിപ്പിച്ചു. കാമം നമുക്ക് കാമത്തോടുകൂടി ആ കർമ്മം അതിവേഗം സമൃദ്ധമാകുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മം പൂർണ്ണ ഫലം നൽകിത്തരും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു കാമമുണ്ട്. കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ കാമമായിട്ടൊന്നും എടുക്കേണ്ട, അത് ഏത് കാമവും ആയിക്കോട്ടെ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അതിനാണ് വേദങ്ങളെ ആശ്രയിക്കുന്നത്, അതിനാണ് സയൻസിനെ ആശ്രയിക്കുന്നത്. ആ നിലയിൽ നമ്മൾ ചെയ്യുമ്പോൾ കാമം അത് സാധിക്കാൻ തന്നെയാണെങ്കിലും അത് നമുക്ക് സ്വാർത്ഥ താല്പര്യത്തിനൊന്നും ചിന്തിക്കാതെ ആ കർമ്മം ചെയ്യുമ്പോൾ ആ കാമം, ആ ആഗ്രഹം ആ കർമ്മത്തിലൂടെ നമുക്ക് പൂർണ്ണ ഫലം നൽകിക്കൊണ്ട് സാധിച്ചു കിട്ടും എന്നാണ് പറയുന്നത് വേദമന്ത്രങ്ങളിലൂടെ. ഇനി അടുത്ത ഇതിലാണ് ആ ഖണ്ഡം കഴിഞ്ഞു.